ഒരേ കണക്ക് തന്നെ ആയിരിക്കും. നിങ്ങൾ ഇനി ഏത് പരീക്ഷ എഴുതിയാൽ അതൊക്കെ അതേ രീതിയിൽ തന്നെ ആയിരിക്കും കണ്ടിന്യൂ ചെയ്ത് പോകും കേട്ടോ. അപ്പം ഓരോന്ന് പ്രാക്ടീസ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യണം. കാരണം നിങ്ങൾ ഒരു തവണ എഴുതുമ്പോൾ അതൊന്നും കൂടെ നിങ്ങളുടെ മൈൻഡിൽ അത് പതിയും കേട്ടോ. അതാണ് ഏറ്റവും നല്ല ബെസ്റ്റ് മാർഗം എന്ന് പറയുന്നത്. എന്താണ്, OMR ഷീറ്റ് തന്നെ കറപ്പിച്ച് പോകണം. കാരണം എക്സാം OMR ഷീറ്റിലാണ് കേട്ടോ. ഓക്കെ, ഇതുവരെ ഓൺലൈൻ ആണെന്നുള്ള കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. രണ്ടുമാണ് ഇട്ടേക്കുന്നത്, ഓൺലൈൻ ഓർ OMR കേട്ടോ. ഇതിലെ OMR പ്രാക്ടീസ് ചെയ്ത് കറപ്പിച്ച് വരണം. നമുക്ക് ആകെ 100 ക്വസ്റ്റ്യൻസ് 1.25 മണിക്കൂറാണ് കിട്ടുന്നത്. അപ്പം ആ ഒരു സ്കില്ല് ഫുള്ള് വായിച്ച് എത്തി കറക്റ്റ് ആൻസർ കീയൊക്കെ എത്തി കൺഫ്യൂഷൻസ് ഒഴിവാക്കി ആൻസർ ചെയ്യാനുള്ള ആ ഒരു സ്കില്ല് ഡെവലപ്പ് ആയി വരണം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. Torticollis result due to injury of deltoid muscle, rectus femoris muscle, vastus lateralis muscle, sternocleidomastoid muscle. അറിയാം, പഠിപ്പിച്ചതല്ല, ഇത് ജസ്റ്റ് ഒന്ന് എഴുതി തരാം. വെരി ഗുഡ്. നിങ്ങൾ പറഞ്ഞതെല്ലാം കറക്റ്റ് തന്നെയാണ്. കറക്റ്റ് ആൻസർ സ്റ്റേനോക്ലീഡോമാസ്റ്റോയിഡ് ബർത്ത് ഇഞ്ചറിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. സ്റ്റേനോക്ലീഡോമാസ്റ്റോയിഡിന് ഇഞ്ചറി വരുന്നത് കേട്ടോ. അപ്പൊ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, വെരി ഗുഡ്. അടുത്ത നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. Bilateral renal involvement occurs in Wilms tumor when it reaches. Wilms tumor ഗ്രേഡിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്, ഫോർത്ത് സ്റ്റേജ്, ഫിഫ്ത്ത് സ്റ്റേജ്. ബൈലാട്രൽ റീനൽ, അതായത് ഒരു കിഡ്നിയിൽ നിന്ന് വിൽസ് ട്യൂമർ ട്രാൻസ്ഫർ ചെയ്തു അടുത്ത കിഡ്നിയിലോട്ട്. അത് ഏത് സ്റ്റേജ് എന്നാണ് ചോദിച്ചത് കേട്ടോ. ഏത് സ്റ്റേജ് എന്നാണ് ചോദിച്ചത്. 10 സെക്കൻഡ് ആയിരുന്നു, അറിയാവുന്നവർ പറഞ്ഞോളൂ. Bilateral renal involvement occurs in Wills tumor. Wills tumor ഒക്കെ ക്വസ്റ്റ്യൻ വരുന്നതാണ്. കേരള PSC എക്സാംസുകൾ ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. അപ്പൊ ഇവിടെ അറിഞ്ഞിരിക്കണം സ്റ്റേജ് 5-ലാണ് കേട്ടോ. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഏറ്റവും ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിലാണ്. അതായത് ഫോർത്ത് സ്റ്റേജിൽ മെറ്റാസ്റ്റാസിസ് നടക്കും അല്ലെ. ഫോർത്ത് സ്റ്റേജിൽ മെറ്റാസ്റ്റാസിസ് നടന്ന് ഫൈനൽ സ്റ്റേജിലാണ് ഇത് വരുന്നത്. വിൽസ് ട്യൂമർ എന്ത് ചെയ്യുന്നത്, ബൈലാട്രൽ 2 കിഡ്നിയിലും ബാധിക്കും. അപ്പൊ അതിന്റെ ആ ഒരു ഞാൻ എഴുതിയിട്ടുണ്ട്. സ്റ്റേജ് 1 എന്ന് പറയുന്നത് കൺഫൈൻഡ് ടു കിഡ്നിയിൽ മാത്രമായിട്ട് നിൽക്കുന്നതാണ് സ്റ്റേജ് 1. സ്റ്റേജ് 2 എന്ന് പറയുന്നത് കിഡ്നിയിൽ നിന്ന് വെയിനിലോട്ട് ഇൻവോൾവ്മെന്റ് ആണ് കേട്ടോ. റീനൽ വെയിനിലോട്ട് വ്യാപിക്കും, അതിനുശേഷം ലിംഫ് നോഡിലോട്ട് ബാധിക്കും. സ്റ്റേജ് 3, സ്റ്റേജ് 4 മെറ്റാസ്റ്റാസിസ്, സ്റ്റേജ് 5 ബൈലാട്രൽ റീനൽ ഇൻവോൾവ്മെന്റ് കേട്ടോ. അപ്പം സ്റ്റേജ് 4 ടിപ്പിക്കലി മെറ്റാസ്റ്റാസിസ് ആണ്. സ്റ്റേജ് 3 ലിംഫ് നോഡ്, സ്റ്റേജ് 2 റീനൽ വെയിൻ, സ്റ്റേജ് 1 ലിമിറ്റഡ് ടു കിഡ്നി കേട്ടോ. അങ്ങനെ 5 സ്റ്റേജുകൾ വിൽസ് ട്യൂമറിന് വരുന്നത്. ഓക്കെ, എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടേക്കണം കേട്ടോ. ജസ്റ്റ് ഇതൊക്കെ ആയിരിക്കും അതായിട്ട് ലൈക്ക് വരുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. In infants, which muscular site is used for IM vaccination? In infant, which muscular site is used for IM vaccination? Rectus femoris, vastus lateralis, deltoid, both A and B. Answer പറഞ്ഞോളൂ. 10 സെക്കൻഡ് ആലോചിച്ച് ആൻസർ പറയണം. വെരി ഗുഡ് കേട്ടോ. വാക്സിൻ രണ്ട് സൈറ്റും എടുക്കും കേട്ടോ. റെക്ടസ് ഫീമോറിസും എടുക്കും, റെക്ടസ് വാസ്റ്റസ് ലാറ്ററാലിസ് എടുക്കും. കാരണം നമ്മൾ ലാറ്ററാലിസ് മസിൽ തന്നെയാണ് അതിന്റെ മീഡിയൽ ആയിട്ട് കൊടുക്കുന്നതാണ് റെക്ടസ് ഫീമോറിസ് അല്ലെ. അതിന്റെ മീഡിയൽ കൊടുക്കുന്നതാണ് റെക്ടസ് ഫീമോറിസ്. ലാറ്ററലി കൊടുക്കുന്നത് രണ്ട് സെയിം സൈറ്റ് തന്നെയാണ്. തൈയിൽ വരുന്ന 2 സൈറ്റും യൂസ് ചെയ്യും കേട്ടോ. കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ both A and B ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. both A and B is the correct answer. Okay, very good. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നോക്കിയോളൂ. Which restraints are used for teleoplasty? Teleoplasty യൂസ് ചെയ്യുന്ന റെസ്ട്രെയിൻ ഏതാണ്? എൽബോ, മിറ്റൻ, ജാക്കറ്റ്, ബോത്ത് A and B. 10 സെക്കൻഡ്. ടീലിയോപ്ലാസ്റ്റിയുടെ ഇപ്പൊ പീഡിയാട്രിക്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. സൈഡിൽ എഴുതിയിട്ടോണം. അതിന്റെ സൈഡിൽ എഴുതിയിട്ടോണം. Which restraint used for teleoplasty? A and B ആണ് കേട്ടോ. എൽബോ റെസ്ട്രെയിന്റ് യൂസ് ചെയ്യും, മിറ്റൻ റെസ്ട്രെയിന്റ് കേട്ടോ.
രണ്ട് റെസ്ട്രെയിന്റും എടുക്കും, അല്ലെങ്കിൽ പൊട്ടി എന്ത് ചെയ്യും, ഫ്യൂച്ചർ ഒക്കെ വലിച്ചു കൊടുക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് എൽബോ റെസ്ട്രെയിന്റ് വരും, മിറ്റം റെസ്ട്രെയിന്റ് വരും കേട്ടോ. ഓപ്ഷൻ എ ആൻഡ് ബി അല്ലെ. എല്ലാവരും പറഞ്ഞ കറക്റ്റ് തന്നെ, എല്ലാവരും പറഞ്ഞ കറക്റ്റ് തന്നെ, കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആൻഡ് ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, വെരി ഗുഡ്. അടുത്ത നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകും. Parallel play is present in. Parallel play is present in. Infant, toddler, preschooler, schooler. ഏതാണ്? Parallel play is present in. എല്ലാവർക്കും അറിയാലോ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ അറിയാലേ, ഇൻഫന്റിൽ നമ്മൾ കുട്ടികൾ കളിക്കുന്ന ഇൻഫന്റ് എന്ന് വെച്ചാൽ വൺ ലുക്കിംഗ് പ്ലേ ആണ് അല്ലെ. വൺ ലുക്കിംഗ് പ്ലേ ആണ് ഇൻഫന്റിൽ വരുന്ന. എന്താന്നുള്ളത് ലുക്ക് ചെയ്ത് പ്ലേ ചെയ്യുന്നതാണ് ഇൻഫന്റ്. ടോഡ്ലേഴ്സ് ആണ് പാരലൽ ആയിട്ട് പ്ലേ ചെയ്യുന്നത് അല്ലെ, സിബ്ലിങ്സും ആയിട്ട് പാരലൽ ആയിട്ട് പ്ലേ ചെയ്യുന്ന ടോഡ്ലേഴ്സ് ആണ്. പ്രീ സ്കൂളേഴ്സ് എന്ന് പറയുമ്പോൾ അസോസിയേറ്റ് ചെയ്തുള്ള പ്ലേ ആണ്. സ്കൂളേഴ്സ് എന്ന് പറയുമ്പോൾ കോപ്പറേറ്റീവ് പ്ലേ കേട്ടോ. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, 4 എണ്ണം കോപ്പറേറ്റീവ് പ്ലേസ് കേട്ടോ. പീഡിയാട്രിക്സിൽ എഴുതിയിട്ടില്ല പ്ലേയുടെ, ഇത് ജസ്റ്റ് എഴുതിയിട്ടേക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് എഴുതിയിരിക്കണം. ഇൻഫന്റ് എന്ന് പറയുന്നത് വൺ ലുക്കിംഗ് പ്ലേ, ടോഡ്ലർ ഇസ് പാരലൽ പ്ലേ, preschool is associative play, school is cooperative കേട്ടോ. എല്ലാവരും പറഞ്ഞ കറക്റ്റ് ആണ്. ആൻസർ ഇസ് ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കടക്കുന്നു. Lund and Browder chart. Lund and Browder chart is used for growth and development, level of consciousness, burn injury, newborn assessment. Lund and Browder chart is used for. First, second, എല്ലാവർക്കും അറിയാലേ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ബേൺ ഇഞ്ചറി കേട്ടോ. ബേൺ ഇഞ്ചറിയിലാണ് ലുണ്ട് ആൻഡ് ബ്രൗഡർ ചാർട്ട് ഈസ് യൂസ് അല്ലെ. ലുണ്ട് ആൻഡ് ബ്രൗഡർ ചാർട്ട് ഈസ് യൂസ്ഡ് ഇൻ എന്താണ്, ബേൺ ഇഞ്ചറി അല്ലെ. കറക്റ്റ്, നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണ്. ആൻസർ ഈസ് ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, വെരി ഗുഡ്. അടുത്ത നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകും. The child knows own name and sex at the age of. അപ്പം ജെൻഡർ ഐഡന്റിറ്റി ചൈൽഡിനെ അച്ചീവ് ചെയ്യുന്ന ഏത് വയസ്സിലാണെന്നാണ് ചോദിച്ചത്. പഠിച്ചാണ് 2 year, 3 year, 4 year, 5 years. സെക്കൻഡ്, ജെൻഡർ ഐഡന്റിറ്റി പഠിപ്പിച്ച അല്ലെ. ജെൻഡർ ഐഡന്റിറ്റി അച്ചീവ് ചെയ്യുന്നത് at the age of 3 years അല്ലെ. At the age of 3 years is the correct answer. Option B is the correct answer. Option B is the correct answer. Okay, very good. Next ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. The child waves bye bye at the age of. Child waves ടാറ്റ കാണിക്കുന്നത് എപ്പോഴാണ്? 5 to 6 months, 7 to 8 months, 8 to 9 months, 9 to 10 months. പറഞ്ഞോളൂ. ചൈൽഡ് വേവ്സ് 10 സെക്കൻഡ്. ബൈ ബൈ കാണിക്കുന്ന എപ്പോഴാ? ഒരാൾ കറക്റ്റ് പറഞ്ഞു. ആൻസർ 9 to 10 months കേട്ടോ. 9 to 10 months is the correct answer. ബൈ ബൈ വരുന്നത് 9 to 10 months ആണ് കേട്ടോ. ബൈ ബൈ വരുന്ന 9 to 10 months is the correct answer. Okay, very good. അടുത്ത നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകും. At birth, mid-arm circumference is. At birth, mid-arm circumference 9 to 10, 11 to 12 centimeter, 12 to 14 centimeter, 14 to 60 centimeter. At birth, ആർക്കിട്ടില്ല ആൻസർ. അറ്റ് ബർത്തിൽ മിഡ് ആം സർക്കംഫറൻസ് എന്ന് പറയുന്നത് 12 to 14 അല്ല കേട്ടോ. കറക്റ്റ് ആൻസർ വരുന്നത് 11 to 12 സെന്റിമീറ്റർ ഇസ് കറക്റ്റ് ആൻസർ കേട്ടോ. അറ്റ് മിഡ് ആം സർക്കംഫറൻസ് വരുന്നത് 11 to 12. അറ്റ് ബർത്ത് എന്നാണ് ചോദിച്ചത്. ഇമ്മീഡിയറ്റ്ലി അറ്റ് ബർത്ത് എന്നാണ് ചോദിച്ചത് കേട്ടോ. പിന്നീടാണ് അത് ഇൻക്രീസ് ആയി 12.5 വന്ന് നോർമൽ ആയിരുന്നു കേട്ടോ. 12.5 നോർമൽ ആണ്. പിന്നീട് മാൽ ന്യൂട്രീഷന്റെ അസസ്മെന്റ് വരുന്നതാണ് ചൈൽഡ് കേട്ടോ. ഓ
അപ്പൊ അതൊന്ന് നോക്കിക്കോണം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. മിഡ് ടേം സർക്കംഫറൻസ് ഒക്കെ ചോദിക്കുന്ന നല്ല ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. മാൽന്യൂട്രീഷന്റെ മോസ്റ്റ് കോമൺ ഇൻഡിക്കേറ്റർ ആണ് മിഡ് ടേം സർക്കംഫറൻസ് അല്ലെ. അടുത്ത നെക്സ്റ്റിലോട്ട് പോവാം. Low birth babies, in low birth babies, the difference between height, head circumference and chest circumference is. In low birth weight babies, the difference between head circumference and chest circumference 2 cm കുറവ്, 2 cm, 3 cm, more than 3 cm. എത്ര ആയിരിക്കും? The difference between head circumference and chest circumference. സെക്കൻഡ് ആയിരുന്നു. നല്ലോണം ആലോചിച്ച് ചിന്തിച്ച് വേണം പറയാൻ. ലോ ബർത്ത് വെയിറ്റ് ബേബി ആകുമ്പോൾ മോർ റിസ്ക് ഫോർ പ്രീ ടൈം ബേബി അല്ലെ. പ്രീ ടൈം ബേബി ആകുമ്പോൾ ലാർജ് ഹെഡ് ആണെന്ന് ഞാൻ പഠിപ്പിച്ചു. ലാർജ് ഹെഡ് ആണെന്ന് ഓൾറെഡി പഠിപ്പിച്ചു. ലാർജ് ഹെഡ് ആയിട്ട് വരും. എക്സിബിറ്റീസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലാർജ് ഹെഡ് ആയിരിക്കും പ്രീ ടൈം ബേബി വരുന്നത് അല്ലെ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നോർമലി വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഹെഡ് സർക്കംഫറൻസും ചെസ്റ്റ് സർക്കംഫറൻസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ് നോർമലി അല്ലെ. നോർമലി 3 സെന്റിമീറ്റർ ആണ് എനിക്ക് വരുന്നത്. ഇവിടെ അപ്പൊ മോർ ദാൻ 3 സെന്റിമീറ്റർ ഡിഫറൻസ് കേട്ടോ. അവിടെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ D is the correct answer. More than 3 centimeter difference. Low birth weight baby, the difference between head circumference and chest circumference is more than 3 centimeter. Okay. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എല്ലാവരും ഒന്നും ആൻസർ പറഞ്ഞില്ല, കുഴപ്പമില്ല, നോ പ്രോബ്ലം. അടുത്ത നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകും. Severe hypothermia. The newborn is the term used when the temperature of the newborn is below. Severe hypothermia, temperature is below 35, 34, 33, 32. First second അറിയാം. Severe hypothermia അവിടെ എഴുതി വെച്ചോണം. ഹൈപ്പോതെർമിയയുടെ നോട്ട്സിനകത്ത് എഴുതണം കേട്ടോ. ഹൈപ്പോതെർമിയയുടെ നോട്ട്സിന്റെ സൈഡിൽ എഴുതിയിട്ടേക്കണം കേട്ടോ. അതിൽ നോൺ ഷിവറിംഗ് മെക്കാനിസം അല്ലെ, ബ്രൗൺ ഫാറ്റിന്റെ മെക്കാനിസം അതെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ എഴുതി വെക്കണം 32 ഡിഗ്രി സെൽഷ്യസ് കേട്ടോ. ലെസ് ദാൻ 32 ഡിഗ്രി സെൽഷ്യസ് ആണ് സിവിയർ ഹൈപ്പോതെർമിയ കേട്ടോ. സിവിയർ ഹൈപ്പോതെർമിയ ഈസ് ലെസ് ദാൻ 32 ഡിഗ്രി സെൽഷ്യസ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. The dose of BCG vaccine at 6 weeks. 6 weeksൽ BCG വാക്സിൻ എത്രയാണ്? അതായത് 1.5 മാസം കഴിയുമ്പോൾ BCGയുടെ വാക്സിന്റെ ഡോസ് എത്ര? 0.5 ml, 0.1 ml, 0.5 ml, 1 ml. പറഞ്ഞേ. അപ്പൊ ഇവിടെ അറിഞ്ഞിരിക്കണം BCG അറ്റ് ബർത്ത് ഉണ്ട്, അഡൽട്ട് അല്ലാതെ 1 ഇയർ വരെയുള്ള ഡോസും ഉണ്ട് അല്ലെ. 1 ഇയർ വരെയായിട്ടുള്ള ഡോസുകളുണ്ട്. അപ്പൊ നമുക്ക് അറ്റ് ബർത്തും ആഫ്റ്റർ ബർത്തും കേട്ടോ മറക്കരുത്. അറ്റ് ബർത്ത് 0.05 ml, ആഫ്റ്റർ ബർത്ത് 1 ml ആണ് കേട്ടോ. ആ 1 ml എന്ന് പറയുമ്പോൾ 6 weeks. 6 weeksൽ 0.1 ml is the correct answer കേട്ടോ. 0.1 ml is the correct answer കേട്ടോ. അറ്റ് ബർത്ത് ചോദിച്ചാൽ 0.05 ml തെറ്റിക്കരുത് കേട്ടോ. 0.05 ml അറ്റ് ബർത്ത്. 6 weeks ചോദിച്ചു കഴിഞ്ഞാൽ എത്ര എഴുതണം ആൻസർ? ആൻസർ ഈസ് 0.1 ml. മറക്കരുത് കേട്ടോ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, മറക്കരുത് കേട്ടോ. മറക്കരുത്. 2 പേർക്ക് ശരിയാണ്. ഓക്കെ, 2 പേർക്ക് ശരിയായിട്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. After normal delivery, the breastfeeding should be started within. After normal delivery, breastfeeding should be started within half an hour, 1 hour, 2 hour, 3 hour. സെക്കൻഡ് ആയിരുന്നു. വെരി ഗുഡ്. അതെല്ലാവർക്കും അറിയാം അല്ലെ. അതെല്ലാവർക്കും അറിയാം. വെരി ഗുഡ്. എല്ലാവർക്കും അറിയാം അല്ലെ. അതെല്ലാവർക്കും അറിയാം. ഇപ്പോൾ നല്ല കാര്യം. ഹാഫ് അവർ കേട്ടോ. ഹാഫ് ആൻ അവർ ഈസ് ദ കറക്റ്റ് കേട്ടോ. ഓപ്ഷൻ A is the correct answer കേട്ടോ. ഹാഫ് ആൻ അവർ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, half an hour is the correct answer. Okay, next. Color of Mongolian spot. Mongolian spot ന്റെ കളർ എന്താണ്? പിങ്ക്, റെഡ്, യെല്ലോ, ബ്ലൂ. കളർ ഓഫ് മംഗോളിയൻ സ്പോട്ട് പിങ്ക്, റെഡ്, യെല്ലോ, ബ്ലൂ. ഫസ്റ്റ് സെക്കൻഡ്.
പഠിപ്പിച്ചല്ലേ? ആർക്കും തെറ്റിയില്ല, വെരി ഗുഡ് കേട്ടോ. ബ്ലൂ കളർ, മംഗോളിയൻ ബേർഡ് ബ്ലൂയിഷ് ഡിസ്കളറേഷൻ ഓഫ് ദ സേക്രൽ ഏരിയ 1 year after birth ഡിസപ്പിയർ. ഓക്കെ, നല്ലപോലെ പഠിപ്പിച്ചാണ്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, വെരി ഗുഡ്. അടുത്ത നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. ഹീമോഗ്ലോബിൻ ലെവൽ ഓഫ് ന്യൂ ബോൺ. ഹീമോഗ്ലോബിൻ ലെവൽ ഓഫ് ന്യൂ ബോൺ. ന്യൂ ബോണിന്റെ ഹീമോഗ്ലോബിൻ ലെവൽ എത്രയാണ്? 10 to 12, 12 to 40, 14 to 60, 60 to 20 gram per dl. സെക്കൻഡ് ആയിരുന്നു. എല്ലാവർക്കും അറിയാം അല്ലെ? ആർക്കും തെറ്റിട്ടില്ലല്ലോ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ന്യൂ ബോൺ ഏകദേശം ഒരു 60-80 ആണ് ഞാൻ പഠിപ്പിച്ചത് അല്ലെ? 14 to 80 അല്ലെങ്കിൽ 16 to 80 അല്ലെ? ഏകദേശം 80 to 60 to 20 ആണ് ഇവിടെ നമുക്ക് ആപ്റ്റ് ആയിട്ട് കിട്ടുന്ന ആൻസർ. ഇവിടെ ആപ്റ്റ് ആയിട്ട് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് കാരണം നമ്മൾ 80 ആണ് പഠിച്ചത് അല്ലെ? 18 ആണ് പഠിച്ചത്. അപ്പൊ ഇവിടെ നമ്മൾ ആപ്റ്റ് ആയിട്ട് ആൻസർ എടുക്കുന്നു 60 to 20 ആണ് കറക്റ്റ് ആയിട്ട് ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. വെരി ഗുഡ്. അടുത്ത നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. സർജിക്കൽ റിപ്പയർ ഓഫ് ക്ലെഫ്റ്റ് ലിപ്പ്. സർജിക്കൽ റിപ്പയർ ഓഫ് ക്ലെഫ്റ്റ് ലിഫ്റ്റ് ഡൺ അറ്റ് 3 months, 8 to 9 months, 15 to 18 months, 24 months. സർജിക്കൽ റിപ്പയർ ഓഫ് ക്ലെഫ്റ്റ് ലിപ്പ്. ക്ലെഫ്റ്റ് ലിപ്പ് എപ്പോഴാണ് ചെയ്യുന്നത്? എല്ലാവർക്കും അറിയാം. ക്ലെഫ്റ്റ് ലിപ്പ് അല്ലെ? ലിപ്പാണ് ആദ്യം ചുരുങ്ങിക്കെട്ടുന്നത്. അപ്പം നമ്മൾ ചീലിയോപ്ലാസ്റ്റി എന്ന് വിളിക്കും. ചീലിയോപ്ലാസ്റ്റി ഈസ് ദ റൂൾ ഓഫ് 10 അല്ലെ? റൂൾ ഓഫ് 10 ആണ് വരുന്നത്. അതായത് 10 pound വെയിറ്റ്, 10 weeks ഏജ് അല്ലെ? 10 gram HB മിനിമം അല്ലെ? അപ്പൊ ആ ഒരു ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? റൂൾ ഓഫ് 10 ബേസ് ചെയ്ത് ചീലിയോപ്ലാസ്റ്റി ചെയ്യുന്നത് അല്ലെ? അപ്പൊ സർജിക്കൽ റിപ്പയർ ഓഫ് ക്ലെഫ്റ്റ് ലിപ്പ് ഈസ് ഡൺ അറ്റ് ഏതാണ്? 2 to 3 months കേട്ടോ. 2 to 3 months ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. Parotiditis is present in measles, mumps, rubella, chickenpox. Parotiditis is present in measles, mumps, rubella, chickenpox. First, second. എല്ലാവർക്കും അറിയാം അല്ലെ? എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. പാരോട്ടൈറ്റിസ് വരുന്നത് മംസ് അല്ലെ? മംസിലാണ് എന്ത് വരുന്ന? പാരോട്ടൈറ്റിസ് അല്ലെ? എല്ലാവർക്കും അറിയാവുന്ന സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ തെറ്റിപ്പോകരുത് കേട്ടോ. എനിക്കതേ പറയാനുള്ളൂ. നമ്മൾ മാർക്ക് ചെയ്ത് വരുമ്പോൾ തെറ്റിപ്പോകും. അടുത്ത നെക്സ്റ്റ് നോക്കണം. ഫിനൈൽ കീറ്റോൺ യൂറിയ ഈസ് X-linked inheritance, Y-linked inheritance, autosomal recessive, autosomal dominant disorder. ഫിനൈൽ കീറ്റോൺ യൂറിയ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാൻ എക്സാമ്പിൾ അറിയാം. X-linked അല്ല കേട്ടോ. X-linked അല്ല, ഓട്ടോസോമൽ റിസസീവ് ആണ് കേട്ടോ. ഓട്ടോസോമൽ റിസസീവിന്റെ കൂടെ വീണ്ടും നിങ്ങൾക്ക് ആഡ് ചെയ്ത് വെക്കാം. ഹീമോഫീലിയ അല്ലെ? നമ്മൾ ആ ഹീമോഫീലിയ അല്ല, ബീറ്റ തലാസീമിയ അങ്ങനെ രണ്ട് അനീമിയ നമ്മൾ പഠിച്ചല്ലോ. സിക്കിൾ സെൽ അനീമിയ. ഇതൊക്കെ ഏതിലോട്ട്? ഫിനൈൽ കീറ്റോൺ യൂറിയയിലൂടെ ആഡ് ചെയ്ത് വെക്കാം. സിസ്റ്റിക് ഫൈബ്രോസിസ്. അപ്പൊ അതെല്ലാം ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ കേട്ടോ. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ. ഹീമോഫീലിയ X-linked ആണ് അല്ലെ? ഹീമോഫീലിയ ഡച്ചൻസ് മസിൽ ഡിസ്ട്രോഫി അല്ലെ? അതൊക്കെ നമ്മൾ ഇന്ന് പഠിച്ചത് X-linked ഡിസോർഡർ. ഓക്കെ, നെക്സ്റ്റിലോട്ട് പോകുന്നു. റെപ്ലിക്കേഷൻ ഓഫ് ചിക്കൻ ബോക്സ് ഈസ് ടേക്കൺ പ്ലേസ്. ചിക്കൻ ബോക്സ് വൈറസ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നത് എവിടെയാണ്? ഗ്യാസ്ട്രിക് മ്യൂക്കോസ, റെസ്പിറേറ്ററി മ്യൂക്കോസ, ഇന്റെസ്റ്റൈനൽ മ്യൂക്കോസ, നേസൽ മ്യൂക്കോസ. ചിക്കൻ ബോക്സ് വൈറസ് റെപ്ലിക്കേഷൻ നടക്കുന്നത് ഓർക്കണം. ചിക്കൻ ബോക്സിൽ സാധാരണ വരുന്ന അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ആണ് കേട്ടോ. അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ആണ് കൂടുതൽ വരുന്നത്. അതുകൊണ്ട് ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ കൂടുതൽ വരുന്ന റെസ്പിറേറ്ററി മ്യൂക്കോസ ആണ് കേട്ടോ. അവിടെ ആൻസർ ഈസ് ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. ചിക്കൻ ബോക്സ് റെസ്പിറേറ്ററി മ്യൂക്കോസ കേട്ടോ. കറക്റ്റ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇന്റെസ്റ്റൈൻ അല്ല, റെസ്പിറേറ്ററി മ്യൂക്കോസ ഈസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. ഓക്കെ. പീഡിയാട്രിക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് പ്രോഗ്രസ് കുറവാണല്ലോ. സൈസ് ഓഫ് ET ട്യൂബ് ഇൻ ന്യൂ ബോൺ. ന്യൂ ബോണിന്റെ ET ട്യൂബിന്റെ സൈസ് പഠിപ്പിച്ചതാണ്.
2.5, 3, 4, 5. സൈസ് ഓഫ് ET tube in newborn. എമർജൻസിയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അറിയാലോ 2.5 സൈസ്. എല്ലാവരും പറഞ്ഞു വെരി ഗുഡ് കേട്ടോ. ET tube സൈസ് ഓഫ് ന്യൂബോൺ ചോദിച്ചു കഴിഞ്ഞാൽ 2.5 അല്ല 2.5 ആണ് സൈസ് വരുന്നത്. ഇന്റേണൽ ഡയമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ സൈസ് കാൽക്കുലേറ്റ്. ഇനി അല്ലെങ്കിൽ പഠിപ്പിക്കും കേട്ടോ. ET tube ഒക്കെ ഞാൻ പഠിപ്പിക്കും. ഫണ്ടമെന്റൽസ് റിലേറ്റഡ് ET tube കാര്യങ്ങളും എല്ലാം പഠിപ്പിച്ചെടുക്കും കേട്ടോ. നോ പ്രോബ്ലം. ഇക്വേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റിലോട്ട് പോകാം. Kangaroo mother care can be KMC can be stopped when the baby's weight is reaches 1,500 gram, 2,000 gram, 2,500 gram, 3,000 gram. Kangaroo mother care stop ചെയ്യേണ്ട എപ്പോഴാണ്? Kangaroo mother care ഒക്കെ വേൾഡ് വൈഡ് ആണ്. WHO UNICEF ഒക്കെ അംഗീകരിച്ചാണ്. WHO പ്രകാരം നോർമൽ ന്യൂബോൺ വെയിറ്റ് 2.5 കിലോ ആണ് അല്ലെ, 2,500 ഗ്രാം. അപ്പൊ പ്രീ ടൈം ബേബി 2,500 ഒക്കെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ കങ്കാരു മദർ കെയർ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. അവിടെ കറക്റ്റ് ആൻസർ ഈസ് 2,500 grams കേട്ടോ. 2,500 grams is the correct answer. Option C is the correct answer. According to India വെച്ച് നോക്കുമ്പോൾ 2.8 ആണ് നോർമൽ വെയിറ്റ്. അടുത്ത നെക്സ്റ്റിലോട്ട് പോകുന്നു. Which one is not a classical symptom of nephrotic syndrome? Which one is not a കേട്ടോ, ആ നെഗറ്റീവ് വേർഡ് മനസ്സിലാക്കി എടുക്കണം. Not a classical symptom of nephrotic syndrome. Edema, hypoalbuminemia, hyperalbuminemia, hypoalbuminuria. Hyperalbuminuria. 10 സെക്കൻഡ് ആയിരുന്നു. പഠിപ്പിച്ചാണ് അല്ലെ. അപ്പൊ മാസീവ് എടുക്കുന്ന എന്തായാലും അതിനകത്തുണ്ട്. ബ്ലഡിൽ ആൽബുമിൻ എല്ലാം യൂറിലൂടെ പോകും. ഹൈപ്പോ ആൽബുമിനിമിയ, അതുകൊണ്ട് യൂറിൽ ഹൈപ്പർ ആൽബുമിനൂറിയ ആയിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഹൈപ്പർ ആൽബുമിനിമിയ ഇസ് ദ കറക്റ്റ് ആൻസർ. ഹൈപ്പർ ആൽബുമിനിമിയ ഇസ് ദ റോങ് ആൻസർ അല്ലെ. ദിസ് ഈസ് നോട്ട് എ ക്ലാസിക്കൽ സിംപ്റ്റം ഓഫ് നെഫ്രോട്ടിക് സിൻഡ്രോം എന്നാണ് ചോദിച്ചത്. നല്ലൊരു ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നല്ലൊരു ക്വസ്റ്റ്യൻ. ഓ വെരി ഗുഡ്. അടുത്ത നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. Express breast milk, EBM, express breast milk can be stored at room temperature. Can be stored at room temperature for 2 to 4 hours, 4 to 6 hours, 6 to 8 hours, 8 to 10 hours. പഠിച്ചാണ്. Express breast milk stored in room temperature for രണ്ടുപേര് കറക്റ്റ് ആൻസർ പറഞ്ഞു. 6 to 8 hours കേട്ടോ. 6 to 8 hours ആണ് എക്സ്പ്രസ് ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോർഡ് അറ്റ് റൂം ടെമ്പറേച്ചർ വരുന്ന. റെഫ്രിജറേറ്റ് 24 hours, ഫ്രീസറിലാണെങ്കിൽ 3 months. മറക്കരുത് കേട്ടോ. 3 കാര്യങ്ങളാണ് അവിടെ ഓർത്ത് വെച്ചേക്കുന്നത് കേട്ടോ. റൂം ടെമ്പറേച്ചർ 6 to 8 hours കേട്ടോ. ഫ്രിഡ്ജിലാണെങ്കിൽ 24 hours കേട്ടോ. ഇനി ഡീപ് ഫ്രീസ് ചെയ്യുകയാണെങ്കിൽ 3 months കേട്ടോ. 3 months ഈസ് ദ ഡീപ് ഫ്രീസ്. ഓക്കെ, പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാം നല്ലതുപോലെ പഠിപ്പിച്ച പോയിന്റുകൾ ആണ്. ഓക്കെ, അടുത്ത നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരുന്നു. ബ്രസ്റ്റ് ഫീഡിംഗ് ഈസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ ബ്രസ്റ്റ് എൻഗോർജ്മെന്റ്, മെറ്റേണൽ ഫീവർ, മെറ്റേണൽ ലിഥിയം തെറാപ്പി, സോർ നിപ്പിൾ. 10 സെക്കൻഡ്. അറിയാവുന്ന ഒരു ആൻസർ പറഞ്ഞോളൂ. ബ്രസ്റ്റ് ഫീഡിംഗ് ഈസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ ബ്രസ്റ്റ് എൻഗോർജ്മെന്റ്, മെറ്റേണൽ ഫീവർ, മെറ്റേണൽ ലിഥിയം തെറാപ്പി ആൻഡ് സോർ നിപ്പിൾ. അറിയാവുന്ന ഒരു ആൻസർ പറഞ്ഞോളൂ. 10 സെക്കൻഡ് ആയിരുന്നു. മെറ്റേണൽ ലിഥിയം തെറാപ്പി അല്ലെ. ലിഥിയം എന്ന് പറയുന്ന ബേബിക്ക് ഇതുണ്ടാകുന്നല്ലേ, കിഡ്നി ഡാമേജ് ഉണ്ടാക്കും അല്ലെ. അപ്പൊ അവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്. മെറ്റേണൽ ലിഥിയം തെറാപ്പി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, concept of baby friendly hospital initiative. The concept of baby friendly hospital initiative: 100% immunization, nutritional assessment, promotion of breastfeeding, growth and development assessment. Baby friendly hospital initiative for എല്ലാവർക്കും അറിയാം അല്ലെ. വെരി ഗുഡ്.
breastfeeding. Promote breastfeeding is the correct answer. Option C is the correct answer. Option C is the correct answer. Oh, very good. Next question load one. Trisomy 13. Trisomy 13. Down, Turner, Patu, Klinefelters. Trisomy 13. അറിയാത്തല്ലോ. പഠിപ്പിച്ചാണ് 13 പാറ്റു, 18 എഡ്വേർഡ്, 21 ഡൗണ് അല്ലെ, 45 ടർണർ, 47 ആരാണ് ക്ലൈൻഫിൽട്ടേഴ്സ് അല്ലെ. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ആൻസർ സി ഈസ് ദ കറക്റ്റ് ആൻസർ അല്ലെ. അപ്പൊ ട്രൈസോമി 30 ഈസ് ദ പാറ്റു സിൻഡ്രോം വിത്ത് ക്ലഫ്റ്റ് ലിപ്പ് കേട്ടോ. അപ്പൊ പാറ്റു പ്രായം കുറഞ്ഞതാണ് ട്രൈസോമിയിൽ അല്ലെ, 13 വയസ്സ്. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ഇവിങ് ട്യൂമർ. ഇവിങ് ട്യൂമർ is the tumor of ഇവിങ് ട്യൂമർ എന്ന് പറയുന്നത് ഏതാണ്? CNS ട്യൂമർ, GAT ട്യൂമർ, അഡ്രിനൽ ഗ്ലാൻഡ് ട്യൂമർ, ബോൺ ട്യൂമർ. സെക്കൻഡ് ആയിരുന്നു. എല്ലാവർക്കും അറിയാലേ, ഇവിങ് ട്യൂമർ is the tumor of the bone അല്ലെ. ബോൺ ട്യൂമർ is ഇവിങ് ട്യൂമർ അല്ലെ. ഇവിങ് ട്യൂമർ is the bone tumor കേട്ടോ. ഇവിങ് ട്യൂമർ is the tumor of the bone. Oh, very good. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. ബാർട്ടർ സിൻഡ്രോം is the characteristics by except. ബാർട്ടർ സിൻഡ്രോം പഠിപ്പിച്ചാണ്. ബാർട്ടർ സിൻഡ്രോം is characterized by except hypokalemia, hyponatremia, hypochloremia, hyperkalemia. ഒരു സെക്കൻഡ്. ബാർട്ടർ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പീഡിയാട്രിക്സിലുണ്ട് ബാർട്ടർ സിൻഡ്രോം, നെഫ്രോട്ടിക് സിൻഡ്രോം കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ബാർട്ടർ സിൻഡ്രോം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ. കിഡ്നിയിലൂടെ എല്ലാ ഇലക്ട്രോലൈറ്റ്സും പുറത്തു പോകുന്ന ഒരു സിൻഡ്രോമാണ് ബാർട്ടർ സിൻഡ്രോം അല്ലെ. സോഡിയം, പൊട്ടാസ്യം എന്ന് വേണ്ട ക്ലോറൈഡ് എല്ലാ എലമെന്റ്സ് അല്ലെ പുറത്തു പോകുന്നതാണ്. അപ്പൊ ഇവിടെ നമുക്ക് എക്സെപ്റ്റ് ഇട്ടേക്കും ഹൈപ്പർ കലീമിയ അല്ലെ. ഹൈപ്പർ കലീമിയ വരത്തില്ല. ഹൈപ്പോകലീമിയ, ഹൈപ്പോനാട്രീമിയ, ഹൈപ്പോക്ലോറീമിയ കേട്ടോ. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഇതുമായിട്ടുള്ളത്. ഓക്കെ, വെരി. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. ബാർട്ടർ സിൻഡ്രോം പഠിപ്പിച്ചാണ് കേട്ടോ. ബാർട്ടർ സിൻഡ്രോം പഠിപ്പിച്ചാണ്. ഇത് ഇച്ചിരി ടഫ് ആണല്ലോ എല്ലാവർക്കും. മോസ്റ്റ് കോമൺ കോസ് ഓഫ് ഓസ്റ്റിയോമൈലൈറ്റിസ്. മോസ്റ്റ് കോമൺ കോസ് ഓഫ് ഓസ്റ്റിയോമൈലൈറ്റിസ് സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസ്, സ്റ്റെഫൈലോകോക്കസ് ഓറിയസ്, ഈക്കോളൈ, അസ്പെരിഗല്ലസ്. ഓസ്റ്റിയോമൈലൈറ്റിസ് ഞാൻ പറഞ്ഞു ചില ഹാബിറ്റുകളുണ്ട് അല്ലെ. ചിലര് എന്ത് ചെയ്യും, ഈ ജോയിന്റുകളൊക്കെ ഇരുന്ന് ചൊറിയും അല്ലെ. ജോയിന്റുകളൊക്കെ ചൊറിഞ്ഞ് അത് പൊട്ടി പിന്നെ അവിടെ എന്തുണ്ടാവും, ഇൻഫ്ലമേഷൻ ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ ബോണിലൊക്കെ ഇൻഫ്ലമേഷൻ വരുന്നതാണ്. ബോൺമാരയിലൊക്കെ ഇൻഫ്ലമേഷൻ വരും അല്ലെ. അപ്പൊ ഓക്കെ, അപ്പൊ അവിടെ മെയിൻ കോസ് പറയുന്നത് നമ്മുടെ നോർമൽ മൈക്രോഫ്ലോറയിൽ തന്നെ വരുന്ന സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് കേട്ടോ. സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നമ്മുടെ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പൊ ഒന്ന് ആഡ് ചെയ്ത് വെച്ചോണം കേട്ടോ. ഇന്നത്തെ നോട്ട്സിൽ ഒന്ന് ആഡ് ചെയ്യണം. Staphylococcus aureus is the correct answer. Okay. Dyslalia. Dyslalia is the disorder of emotional, speech, habit, learning disorder. Dyslalia. Dyslalia. എളുപ്പമാണ് അല്ലെ. ലാലിയ സ്പീച്ച് അല്ലെ. എക്കോലാലിയ എന്ന് പറയുന്ന സ്പീച്ച്, അതുപോലെ ഡിസ്ലാലിയ എന്ന് പറയുന്ന ഡിഫിക്കൽട്ട് സ്പീച്ച് അല്ലെ. അപ്പൊ ഇവിടെ സ്പീച്ച് ഡിസോർഡർ അല്ലെ. സ്പീച്ച് ഡിസോർഡർ ഇസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ബി, സ്പീച്ച് ഡിസോർഡർ ഇസ് ദ കറക്റ്റ് ആൻസർ. ഡിസ്ലാലിയ മീൻസ് സ്പീച്ച് ഡിസോർഡർ. വെരി ഗുഡ്. അടുത്ത നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ലിംബിംഗ്. വാട്ട് ഈസ് ലിംബിംഗ്? Limbing, defective walking, defective talking, defective hearing, defective learning. What is limbing? 1 second. Very good, very good. Answer അറിയില്ല. Defective walking അല്ലെ. Limbing means defective walking നെ വിളിക്കുന്ന പേരാണ് limbing അല്ലെ. Limbing is defective walking is the correct answer. Okay, very good, very good.
Option A is the correct answer. Okay, very good. Next question. Congenital generalized hypotonia of the muscle. Congenital generalized hypotonia of the muscle is known as Brown's baby syndrome, floppy baby syndrome, gray baby syndrome, red baby syndrome. Congenital generalized hypotonia of muscle is known as. Very good. എല്ലാവരും പറഞ്ഞ കറക്റ്റ് തന്നെ കേട്ടോ. ഫ്ലോപ്പി ബേബി സിൻഡ്രോം ഇസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. ഫ്ലോപ്പി ബേബി സിൻഡ്രോം ഇസ് ദ കറക്റ്റ് ആൻസർ. ഇവിടെ നോക്കണം, ബ്രൗൺസ് ബേബി സിൻഡ്രോം എവിടെയാണ് വരുന്നത്? ഫോട്ടോതെറാപ്പി അല്ലേ, നമ്മൾ പഠിച്ചതാണ്. ബ്രൗൺസ് ബേബി സിൻഡ്രോം വരുന്നത് ഫോട്ടോതെറാപ്പി. അപ്പൊ പ്രൊലോങ്ഡ് ആയിട്ട് ഫോട്ടോതെറാപ്പി എക്സ്പോഷർ ഉണ്ടാകുമ്പോൾ വരുന്ന സൈഡ് എഫക്റ്റ് ആണ് ബ്രൗൺസ് ബേബി അല്ലെ. ഇനി ഗ്രേ ബേബി സിൻഡ്രോം വരുന്നത് ക്ലോറാഫിനിക്കോൾ അല്ലെ. ക്ലോറാഫിനിക്കോൾ എന്ന് പറയുന്ന ആന്റിബയോട്ടിക്സ് എടുക്കുമ്പോൾ വരുന്നതാണ് ഗ്രേ ബേബി സിൻഡ്രോം അല്ലെ. ഇനി അടുത്ത റെഡ് ബേബി സിൻഡ്രോം വരുമ്പോൾ വാങ്കോമൈസിൻ റിഫാംപിസിൻ അല്ലെ. വാങ്കോമൈസിൻ റിഫാംപിസിൻ എടുക്കുമ്പോഴാണ് റെഡ് ബേബി സിൻഡ്രോം വരുന്നത്. അപ്പൊ നല്ല ക്വസ്റ്റ്യൻ ആണ്. ഫ്ലോപ്പി ബേബി സിൻഡ്രോം ഈസ് ദ congenital generalized hypotonia of the muscles. Our correct answer is floppy baby syndrome. Note ചെയ്തോണം. നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകും. മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ക്ലബ് ഫുഡ്. മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ക്ലബ് ഫുഡ്. ടാലിപ്പസ് ഇക്വിനോവാരസ്, ടാലിപ്പസ് കാൽക്കേനിയസ്, ടാലിപ്പസ് വാരസ്, ടാലിപ്പസ് വൾഗസ്. ഓക്കെ, അവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? ടാലിപ്പസ് ഇക്വിവാലസ്. നിങ്ങളെല്ലാം പറഞ്ഞ എ തന്നെയാണ് കറക്റ്റ് ആൻസർ. അപ്പൊ നമുക്ക് ഈ ടാലിപ്പസ് മൂന്ന് രീതിയിലാണ് വരുന്നത്. മൂന്ന് രീതിയിലാണ്. ഒരു പാദം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ടോസും എടുക്കാം, അതുപോലെ തന്നെ അതിന്റെ ഉപ്പുറ്റി അല്ലെ, കാൽക്കേനിയസ് പാർട്ട് അല്ലെ. അപ്പം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് ടച്ച് ചെയ്യുന്ന ബേസ് ചെയ്ത് നമ്മൾ വരുന്നത് ഇക്വിനോവാലസ് ഒരു സൈഡ്. വാഗസ് വൾഗസ് എന്ന് പറഞ്ഞ് ഇൻവേർഡും ഔട്ട്വേർഡും ആയിട്ട് ടെസ്റ്റ് ചെയ്യും അല്ലെ. ഇൻവേർഡ് ഔട്ട്വേർഡും ആയിട്ടൊക്കെ ടെസ്റ്റ് ചെയ്യും. അപ്പം ഇൻവേർഡ് ഔട്ട്വേർഡ് ആയിട്ടൊക്കെ ടെസ്റ്റ് ചെയ്യും. ടാലിപ്പസ് തന്നെ ഇക്വിനോവാരസ്, കാൽക്കേനിയസ്, കാവസ് എന്നൊക്കെ പറഞ്ഞു വരും. പിന്നെ വാരസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കാലിരിക്കുവാണെങ്കിൽ കാൽ എന്തോട്ടിരിക്കും? അടുത്തോട്ടിരിക്കും അല്ലെ, നമ്മുടെ ഇൻവേർഡ് ആയിട്ടിരിക്കും. ഇപ്പൊ രണ്ട് കാലിങ്ങനെ ഇൻവേർഡ് വരുമ്പോൾ വാരസ്. ഇനി വാഗസ് എന്ന് പറയുമ്പോൾ രണ്ട് കാലിങ്ങനെ ഔട്ട് സൈഡ് ആയിട്ടിരിക്കും അല്ലെ. വാരസ് എന്ന് പറയുമ്പോൾ രണ്ട് കാലിങ്ങനെ ഔട്ട് സൈഡ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പൊ അതൊക്കെ ഇനി ക്ലാസ് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു തരാം. അപ്പൊ മോസ്റ്റ് കോമൺ വരുന്ന ഇക്വിനോവാരസ് ആണ് കേട്ടോ. ഇക്വിനോവാരസ് ഇസ് ദ മോസ്റ്റ് കോമൺ. നെക്സ്റ്റ് പോവാം. പിങ് പോങ് ഫ്രാക്ചർ സീനിങ്. പിങ് പോങ് ഫ്രാക്ചർ സീനിങ് ഇന്നത്തെ ഫ്രാക്ചറിന്റെ കൂടെ ആഡ് ചെയ്യാനുള്ളതാണ്. പിങ് പോങ് ഫ്രാക്ചർ ആർ പ്രസന്റ് ഇൻ നിയോനേറ്റ്, ടോഡ്ലേഴ്സ്, പ്രീസ്കോളേഴ്സ്, സ്കൂളേഴ്സ്. ഫസ്റ്റ് സെക്കൻഡ് ആയിരുന്നു. പിങ് പോങ് ഫ്രാക്ചർ സ്കൂളേഴ്സ് അല്ല. പിങ് പോങ് വരുന്ന ന്യൂ ബോൺ നിയോനേറ്റ്സ് കേട്ടോ. ന്യൂ ബോൺസിലാണ്, നിയോനേറ്റ്സിലാണ് എന്ത് വരുന്ന പിങ് പോങ് ഫ്രാക്ചർ കേട്ടോ. ന്യൂ ബോൺ ഓർ നിയോനേറ്റ്സ് ആണ് പിങ് പോങ് ഫ്രാക്ചർ കേട്ടോ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പിങ് പോങ് ഫ്രാക്ചർ സീൻ ഇൻ നിയോനേറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. The peak age of onset of juvenile diabetes mellitus. കുട്ടികളിൽ ഡയബറ്റീസ് ഇത് വരുന്ന പീക്ക് ഏജ് ഗ്രൂപ്പ് 2 to 3 years, 5 to 6 years, 7 to 8 years, 9 to 10 years. അറിയോ? Peak age for onset of juvenile diabetes. ഇപ്പൊ മിഠായി സീറ്റ്സുകളൊക്കെ സ്കൂളിൽ പോകുന്ന തുടങ്ങുമ്പോഴാണ് അല്ലെ. 5 to 6 years ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. സ്കൂളിൽ തുടങ്ങുന്ന ആ ഒരു വയസ്സാകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ജുവനൈൽ ഡയബറ്റീസിന്റെ പീക്ക് ഏജ് ഓഫ് ഓൺസെറ്റ് എന്ന് പറയുന്നത് കേട്ടോ. പീക്ക് ഏജ് ഓൺസെറ്റ് എന്ന് പറയുന്നത് 5 to 6 years കേട്ടോ. 5 to 6 years കേട്ടോ. ആരും പറഞ്ഞില്ല? ഒരാൾ പറഞ്ഞു, പാർവതി. വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. അടുത്ത നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. ആവറേജ് IQ ഫോർ ഡൗൺ സിൻഡ്രോം. ഡൗൺ സിൻഡ്രോം ഉള്ള ബേബിയുടെ ആവറേജ് IQ എത്രയാണ്?
30, 40, 50, 60. 30, 40, 50, 60. ഐക്യുവിന്റെ നോട്ട്സിൽ എഴുതണം. ഐക്യുവിന്റെ നോട്ട്സിൽ എഴുതി വെക്കണം. പീഡിയാട്രിക്സ് നോട്ട്സിൽ എഴുതി വെക്കണം. വെരി ഗുഡ്. വെരി ഗുഡ്. ആവറേജ് ഐക്യു ഫോർ ഡൗൺ സിൻഡ്രോം എഴുതി വെക്കണം 40 കേട്ടോ. ആവറേജ് ഐക്യു എന്ന് പറയുന്നത് ഡൗൺ സിൻഡ്രോം ഉള്ള ബേബിക്ക് 40 കേട്ടോ. 40 ആണ് സ്കോർ ആവറേജ് ഐക്യു. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. സാൻഡിൽ ഗ്യാപ്പ്. Sandel gap is the characteristics of Down syndrome, Turner syndrome, Klinefelter syndrome, Patou syndrome. പഠിപ്പിച്ച സാൻഡിൽ ഗ്യാപ്പ് ഏതിലാണ് വരുന്നത്? ഫസ്റ്റ് സെക്കൻഡ് പീഡിയാട്രിക്സ് നോട്ട്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഡൗൺ സിൻഡ്രത്തിന്റെ അവിടെ പറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു അല്ലെ, എഴുതി വെക്കണം. അപ്പൊ നമ്മൾ രണ്ട് കാര്യമാണ്, പാമാർ ക്രീസിന്റെ കാര്യം അല്ലെ, പാമാർ ക്രീസിന്റെ കാര്യം ഈ സാൻഡിൽ ഗ്യാപ്പും രണ്ട് കാര്യങ്ങൾ പറഞ്ഞതാണ് കേട്ടോ. അവിടെ കറക്റ്റ് ആൻസർ ഇസ് ഡൗൺ സിൻഡ്രോം ഇസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. ഡൗൺ സിൻഡ്രോം ഇസ് ദ കറക്റ്റ് ആൻസർ. അതുപോലെ ഓരോന്നിനും ഓരോ പെക്യുലിയർ ആയിട്ടുള്ള ഫീച്ചേഴ്സ്, ടർണേഴ്സും ക്ലൈൻഫിൽറ്റേഴ്സിനും എല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നൊക്കെ പറഞ്ഞു. നോട്ട്സ് നോക്കിക്കോണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റിലോട്ട് വരുന്നു. ന്യൂബോൺ റെസിസ്റ്റേഷൻ ഷുഡ് ബി സ്റ്റാർട്ടഡ് വെൻ ദ അപ്കാർ സ്കോർ ഈസ്. ന്യൂബോൺ റെസിസ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എപ്പോഴാണ്? അപ്കാർ സ്കോർ 7, 6, 5, 3 എല്ലാവർക്കും അറിയാം. ന്യൂബോൺ റെസിസ്റ്റേഷൻ ഫസ്റ്റ് സെക്കൻഡ് അറിയാവുന്ന ഒരു ആൻസർ പറഞ്ഞോളൂ. ന്യൂബോൺ റെസിസ്റ്റേഷൻ ഷുഡ് ബി സ്റ്റാർട്ട് വെൻ ദ അപ്കാർ സ്കോർ ഈസ്. വെരി ഗുഡ്. ആൻസർ ഇസ് 3 അല്ലെ? 3. ഓക്കെ, എല്ലാവർക്കും അറിയാം ലെസ് ദാൻ 3 ഈസ് ദ കറക്റ്റ് ആൻസർ. When the Apgar score is. Okay. Next question load പോകുന്നു. Rate of positive pressure ventilation in newborn resuscitation. Positive pressure ventilation in newborn babies. 3 to 40 breaths per minute, 40 to 60 breaths per minute, 60 to 80 breaths per minute, 80 to 100 breaths per minute. Positive pressure ventilation പഠിപ്പിച്ചതാണ്. എമർജൻസിയുടെ നോട്ട്സിലുണ്ട്. 30-40 അല്ല, അറിഞ്ഞൂടാ അല്ലെ? 40 to 60 breaths per minute കേട്ടോ. 40 to 60 breaths per minute കേട്ടോ. 40 to 60 breaths per minute ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. Turner syndrome genotype. Turner syndrome genotype 45X, 45Y, 45XS, 45YY. Turner syndrome genotype. Turner syndrome മെയിൽ ആണോ ഫീമെയിൽ ആണോ? വെരി ഗുഡ്, എല്ലാവർക്കും അറിയാം അല്ലെ. നമുക്ക് രണ്ടെണ്ണം എടുത്താണ് ഞാൻ പഠിച്ച ടർണേഴ്സും ക്ലീൻഫിൽറ്റേഴ്സും അല്ലെ. ടർണേഴ്സിൽ ഒരെണ്ണം കുറവ് അല്ലെ, അപ്പൊ 45X. ക്ലീൻഫിൽറ്റേഴ്സിൽ ഒരെണ്ണം കൂടുതൽ അല്ലെ, 47Y അല്ലെ. ഓക്കെ, അപ്പൊ ഇവിടെ അറിഞ്ഞിരിക്കണം, ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? 45X is the correct answer. Okay, 45X is the correct answer. So Turner syndrome female with male characteristics, Klinefelter's males with female features. Okay, next question. Tearful idiot. Tearful idiot is the term used for. Tearful idiot is the term used for. എഴുതി വെക്കണം ഡൗൺ സിൻഡ്രോത്തിന് അവിടെ, സോറി എഴുതി വെക്കണം. ഡൗൺ സിൻഡ്രോം, ക്ലൈൻഫിൽറ്റേഴ്സ്, പാറ്റു, ടർണേഴ്സ്. പഠിച്ചല്ല എങ്കിലും എഴുതി വെച്ചേക്കണം കേട്ടോ. പഠിച്ചല്ല എഴുതി വെച്ചേക്കണം. ഡൗൺ സിൻഡ്രോത്തിന്റെ നോട്ട്സിൽ എഴുതി വെക്കണം കേട്ടോ. ഡൗൺ സിൻഡ്രോത്തിന്റെ നോട്ട്സിൽ എഴുതി വെക്കണം. കറക്റ്റ് ആൻസർ ഡൗൺ സിൻഡ്രോം ആണ് കേട്ടോ. Tearful idiot is the term used for Down syndrome baby. Down syndrome baby is the correct answer. Oh, very good. Very good. Answer A is the correct answer. Okay, very good. Next question. Daily calorie requirement for a full-time newborn baby. The daily calorie requirement for a full-time newborn baby. 660 to 100, 100 to 140, 140 to 180, 180 to 220. ഏത് വേണോ?
60 to 100 ഇടണോ, 100 to 140 ഇടണോ, 140 to 180 ഇടണോ, 180 to 200 കിലോ കലോറി. സെക്കൻഡ് ആയിരുന്നു. വെരി ഗുഡ് കേട്ടോ. ഓപ്ഷൻ ബി 100 to 140 കലോറി കേട്ടോ. ഒന്ന് എഴുതി വെക്കണം. നോട്ടിലുണ്ടെന്ന് തോന്നുന്നു. കെ എം ബേബിയുടെ കലോറി എവിടെയോ എഴുതിയിട്ടുണ്ട്. എന്നാലും ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടേക്കണം. 100 to 140 കലോറി പെർ കിലോഗ്രാം ഓഫ് ബേബി. ഒരു ബേബിക്ക് ആവറേജ് വെയിറ്റ് 3 കിലോ ആണെങ്കിൽ 300 മുതൽ അല്ല 550 കിലോ കലോറി വരെയൊക്കെ വരും കേട്ടോ. അപ്പൊ അത് ചോദ്യം നോക്കി എഴുതണം കേട്ടോ. പെർ കിലോഗ്രാമിൽ 100 to 140 കലോറി പെർ കിലോഗ്രാം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരുന്നു. ബ്രസ്റ്റ് ഫീഡിംഗ് ഈസ് കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ acute rheumatic fever, phenylketonuria, viral infection, diarrhea. 1 second. എല്ലാവർക്കും അറിയാം അല്ലെ? എല്ലാവർക്കും അറിയാം. ഫിനൈൽ അലാനിൻ അല്ലെ? ഫിനൈൽ അലാനിൻ എടുക്കുമ്പോൾ ഫിനൈൽകീറ്റോണൂറിയയിൽ ബ്രസ്റ്റ് ഫീഡിംഗ് എന്താണ്? കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ് കേട്ടോ. Breastfeeding is contraindicated in phenylketonuria. അപ്പം അതിനകത്തുള്ള അമിനോ ആസിഡ്സിന്റെ മെറ്റബോളിസം നടക്കത്തില്ല അല്ലെ? ബ്രസ്റ്റ് ഫീഡിലുള്ള അമിനോ ആസിഡ്സിന്റെ മെറ്റബോളിസം നടക്കത്തില്ല. പിന്നെ സിവിയർ ഡയറിയയിലോട്ടൊക്കെ മാറും അല്ലെ? അടുത്ത നെക്സ്റ്റിലോട്ട് പോകുന്നു. ഫോർ മിൽക്ക് സെക്രീറ്റഡ് ഡൂറിൻ പഠിച്ചതാണ്. ഫസ്റ്റ് 3 days ഫ്രം 10 to 12 days after delivery, at the starting of regular feeding, at the end of regular feeding. For milk is secreted during first 3 days, from 10 to 12 days after delivery, at the starting of regular feeding, at the end of regular feeding. 1 second. For milk വരുന്ന ഫസ്റ്റ് 3 days കൊളസ്ട്രോൾ പോകും അല്ലെ? ഫസ്റ്റ് 3 days കൊളസ്ട്രോൾ വരും അല്ലെ? അതിനുശേഷം ട്രാൻസിഷണൽ മിൽക്ക് വരും. പിന്നെ മെച്ചർ മിൽക്ക്, ഫോർ മിൽക്ക്, ഹൈൻഡ് മിൽക്ക് അല്ലെ? അപ്പൊ ആ 3 ദിവസം 10 ദിവസം പിന്നെ അങ്ങോട്ട് 10 മുതൽ 12 days ആഫ്റ്റർ ഡെലിവറി തൊട്ട് മെച്ചർ ആയിട്ടുള്ള മിൽക്ക് വരും അല്ലെ? അവിടെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. ആർക്കും കത്തിയില്ലല്ലോ? ആൻസർ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. മെച്ചർ മിൽക്കിലാണ് നമ്മൾ ഫോർ മിൽക്കും ഹൈൻഡ് മിൽക്കും പഠിപ്പിച്ചത് കേട്ടോ. ഫസ്റ്റ് 3 days കൊളസ്ട്രോൾ, പിന്നെ ട്രാൻസിഷണൽ മിൽക്ക്, പിന്നെ മെച്ചർ മിൽക്ക് അഗൈൻ ഡിവൈഡഡ് ഇൻടു 2, ഫോർ മിൽക്ക് ആൻഡ് ഹൈൻഡ് മിൽക്ക്. ഫോർ മിൽക്ക് വരുന്ന ബേബിയുടെ ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ടും ഹൈൻഡ് മിൽക്ക് വരുന്ന സാറ്റിസ്ഫൈ ആവാൻ അങ്ങനെ പഠിപ്പിച്ചാണ്. അത് നോക്കിക്കോണം. അപ്പൊ അതനുസരിച്ച് ഇതിൽ ഫാറ്റ് കണ്ടന്റ് കൂടുതലായിരിക്കും, ഇതില് എന്താണ് വാട്ടർ കണ്ടന്റ് കൂടുതലായിരിക്കും കേട്ടോ. അപ്പൊ അതൊക്കെ പഠിപ്പിച്ചാണ്. നോക്കിക്കോണം. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വെരി ഇമ്പോർട്ടന്റ് സ്പോർട്സ്. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. Clinical assessment of a neonatal jaundice is done by rule of 5, 9, Karma's rule, Necker's rules. എല്ലാവർക്കും അറിയാം അല്ലെ? എല്ലാവർക്കും അറിയാവുന്ന പഠിപ്പിച്ചതാണ് നിയോനേറ്റൽ ജോണ്ടിസിന്റെ ക്ലിനിക്കൽ അസസ്മെന്റ് അല്ലെ? ഇമ്പോർട്ടന്റ് ആണ് ക്ലിനിക്കൽ അസസ്മെന്റ്. നമ്മൾ സോൺ തിരിച്ച് തല കഴിഞ്ഞ് അടുത്ത സോൺ ചെസ്റ്റ്, അടുത്ത സോൺ അബ്ഡോമൻ, അടുത്ത സോൺ കൈയും അല്ലെ? കൈയും കാലും എടുത്തു. അതിന്റെ അടുത്ത സോൺ പാംസ് സോൾസ് അല്ലെ? പാംസ് സോൾസ് ആണ് ഏറ്റവും കൂടുതൽ. ഏറ്റവും കുറവ് ഹെഡ് അല്ലെ? ഹെഡ് നെക്ക് ആണ് ഏറ്റവും കുറവ്. അപ്പൊ അതൊക്കെ പഠിപ്പിച്ചാണ്. അടുത്ത നെക്സ്റ്റിലോട്ട് വരുന്നു. Anorexia nervosa most commonly present in school age girls, school age boys, adolescent girls, adolescent boys. School age girls, school age boys, adolescent girls, adolescent boys. അറിയാവുന്ന ആൻസർ പറഞ്ഞു. പഠിപ്പിച്ചാണ്. സൈക്കാട്രിയിൽ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ? അഡോളസൻസ് ഗേൾസ് ആണ് ദ റിസ്ക്. അവരെ മെയിൻ ആയിട്ട് സ്വാധീനിക്കുന്നത് സോഷ്യൽ മീഡിയ അല്ലെ? സോഷ്യൽ മീഡിയ ആണ് സ്വാധീനിക്കുന്നത്. അതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ അഡോളസൻസ് സ്കെയിൽ ഈസ് ദ റിസ്ക് ഫാക്ടർ അല്ലെ? അഡോളസൻസ് സ്കെയിൽസ് ഈസ് ദ റിസ്ക് ഫാക്ടർ. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു.
extremely low birth baby. Extremely low birth baby is less than 500,000, less than 1,500, less than 2,000. Extremely low birth baby എത്രയാണ് വരുന്നത് പറഞ്ഞോളൂ. ആൻസർ അറിയാവുന്നവർ പറഞ്ഞോളൂ. Extremely low birth baby, less than 1,000. Less than 1,000 is the correct answer. Less than 1,000 gram is the correct answer. Okay, option B. 500 അല്ല, less than 1,000 ആണ്. Extremely low birth. Okay, next question വരുന്നു. Neonatal hypoglycemia occur when the blood glucose level പഠിപ്പിച്ചതാണ്, നല്ലതുപോലെ പഠിപ്പിച്ചതാണ്. Neonatal hypoglycemia occurs when the blood level is less than 40, less than 50, less than 60, less than 70. Answer പറഞ്ഞോളൂ. 10 second. Neonatal hypoglycemia occurs when the blood glucose level less than. പഠിപ്പിച്ചതാണ്, നോട്ടിലുണ്ട്. അപ്പൊ നമ്മൾ തരംതിരിച്ചു ബേബികളെ. 2 മാസമുള്ള ബേബി, 2 മാസത്തിൽ കൂടുതലുള്ള ബേബി, പിന്നെ അഡൽട്ട് അല്ലെ. അപ്പൊ നമുക്ക് 2 മാസത്തിൽ താഴെയുള്ള ബേബിക്കെല്ലാം 40, 2 മാസത്തിൽ കൂടുതൽ മുതൽ 2 വയസ്സ് വരെയൊക്കെ ഉള്ള ബേബിക്ക് എവറേജ് 55, ഇനി അഡൽട്ട് എടുത്തു കഴിഞ്ഞാൽ 60 അല്ലെ. അപ്പം അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇമ്പോർട്ടന്റ്. അപ്പൊ neonatal hypoglycemia occurs when the blood level is less than 40 is the correct answer. Okay, very good. Less than 40 is the correct answer. Okay. Less than 40 is the correct answer. Okay, very good. And the next question. Erb's palsy. പഠിപ്പിച്ചാണ്. Erb's palsy occurs at C3, C4, C5, C6, T1, T2, T3, T4. അതാണ് ആലോചിച്ചിട്ട് പറഞ്ഞ ആൻസർ. വെരി ഗുഡ്. ഓക്കെ, അവിടെ കറക്റ്റ് ആൻസർ ബി അല്ലെ, C5, C6. അപ്പൊ നമുക്ക് C1 to C4 വരെ എന്തിൽ പോകും? റെസ്പിറേറ്ററി പാരാലിസിസ് പോകും അല്ലെ. പിന്നെ വീണ്ടും വരുമ്പോൾ ബ്രേക്കിലുള്ള ഇതിലാണ് വരുന്നത്. അപ്പൊ ബ്രേക്കിലുള്ള ഫസ്റ്റ് പാൽസി ആണ് എന്ന് പറയുന്നത് Erb's palsy. C5 to C6. ഇനി അടുത്ത C7, T1 എന്ന് പറയുമ്പോൾ അടുത്ത ഇതിലോട്ട് പോകും ക്ലംകി പാൽസി എന്ന് പറയുന്നത്. കേട്ടോ, എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്, എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. അപ്പൊ അവിടെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ B is the correct answer. Option B is the correct answer. Okay. Option B is the correct answer. Okay, next question നോക്കിയാ milia. What is milia? What is erythematous rashes on face, white, yellow, tiny spot on the nose, whitish spot on ad palate, irregular blue patches on buttocks. A second. Yes, very good. ആർക്ക് തെറ്റിയിട്ടില്ല, നല്ല കാര്യം. അപ്പം അറൗണ്ട് നോസ് ചീക്ക് ഫേസ് വൈറ്റ് യെല്ലോ സ്പോട്ട് ഈസ് എന്താണ്? മിലിയ അല്ലെ. വൈറ്റ് സ്പോട്ട് ഈസ് മിലിയ. എരിത്തീമിയ ഫേസ് അല്ലെ, എരിത്തീമിയ. വൈറ്റിഷ് ഓൺ ദ ഹാർഡ് വാൽറ്റ് വേറെ ഇതാണ്, ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ. എപ്സ്റ്റീൻ പേൾസ് രീതിയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇറഗുലർ ബ്ലൂ പാച്ചസ് ഓൺ ബട്ടക്സ് വരുമ്പോൾ മംഗോളിക് സ്പോട്ട് അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. എല്ലാ നോട്ട്സിലുള്ള പോയിന്റുകളാണ്. നെക്സ്റ്റിലോട്ട് വരാം അല്ലെ. അപ്പൊ 50 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് പീഡിയാട്രിക്സ്. ഇനിയും ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മളതെല്ലാം റിവൈസ് ചെയ്തെടുക്കും കേട്ടോ. മാക്സിമം ഇതുപോലെ സ്പീഡായിട്ട് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് കേട്ടോ. പരീക്ഷയുടെ വരുമ്പോൾ ഒരു 3 അവർ കണ്ടിന്യൂസ് ക്വസ്റ്റ്യൻ ആണ്. ഇരിക്കാൻ പറ്റുന്നവർ ഇരിക്കുക, നോ പ്രോബ്ലം കേട്ടോ. ഇത് ക്വസ്റ്റ്യൻ ഡിസ്കഷന് ആ ടൈമിൽ പരീക്ഷയ്ക്ക് എടുക്കുമ്പോൾ 300, 400 ആ ലെവലിൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് കേട്ടോ ഒരു ക്ലാസ്സിൽ. അപ്പൊ ഇതുപോലെ ഫാസ്റ്റ് അങ്ങ് പറഞ്ഞു കേട്ടോ. ബ്രസ്റ്റ് ഫീഡിംഗ് കോൺട്രാഇൻഡിക്കേറ്റർ ഫിനൈൽ കീറ്റോൺ യൂറിയ അല്ലെങ്കിൽ ലിത്യം പറഞ്ഞല്ലോ. ലിത്യം നെഫ്രോടോക്സിക് ആണ്. ബേബിക്ക് പോയി കഴിഞ്ഞാൽ നെഫ്രോടോക്സിക് ഉണ്ടാകും കേട്ടോ. ലിത്യം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ തന്നെ കുട്ടികൾക്ക് സ്റ്റാർട്ട് ചെയ്യത്തില്ല അല്ലെ.
ലിത്യം നമ്മൾ 10 വയസ്സ് കഴിഞ്ഞിട്ടൊക്കെയാണ് ലിത്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 10 മണിക്ക് കമ്മ്യൂണിറ്റി ഉണ്ട്, 10 മണിക്ക് കമ്മ്യൂണിറ്റി ഉണ്ട് ക്ലാസ് കേട്ടോ. 10 മണിക്ക് കമ്മ്യൂണിറ്റി ഉണ്ട്. മാക്സിമം ക്ലാസ്സിലുള്ളവർ എത്താൻ നോക്കുക. ഓക്കെ.